എല്ലാവർക്കും നമസ്കാരം. അമ്മയുടെ പൊന്നി കയ്യിലൊക്കെ കിടന്ന് ഉറങ്ങിട്ട് മാർക്ക് വരക്കണേ. ലിയൻ ഡാൻസ് പോവാ, ഇന്ന് പ്രിൻസസ് ബോളാണ്. എനിക്ക് ഇതിന്റെ ഉടുപ്പിൽ എന്താ പറയുന്നത്? It's a Lian thing, you won't understand. അയ്യോടാ, അങ്ങനെ നമ്മള് ഡാൻസ് ക്ലാസ് പോവാക്കി ഈ ഉടുപ്പ് തന്നെ ഇടണമെന്ന് പറഞ്ഞ് പോ. ലേറ്റായി ഡോർ തുറക്ക്. അങ്ങനെ അവന്റെ ഡാൻസ് 45 മിനിറ്റ് ആണ്. പക്ഷെ ആ ടൈം നോക്കി ഞാൻ ജിമ്മിലേക്ക് വന്നു. കാരണം ഇന്ന് ഇത് കഴിഞ്ഞിട്ട് പോകാൻ സമയമല്ല, ഇവനെ നോക്കാൻ ആരുമില്ല. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ ഇന്നെടുത്ത് ജിമ്മിൽ പോയി കാർഡിയോ ചെയ്യാൻ പോവാം. അങ്ങനെ ഇന്ന് സ്റ്റെയർ മാസ്റ്റർ എന്ന് പറയുന്ന മെഷീനാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് 20 മിനിറ്റ് വർക്കൗട്ട് ചെയ്തു. പക്ഷെ 1000 സ്റ്റെപ്പ് എടുത്തു. വലിക്കാറായി, കാരണം എനിക്ക് വേറെ എക്സ്ട്രാ ടൈം കിട്ടത്തില്ല. അപ്പോൾ പറ്റുമെങ്കിൽ 10 മിനിറ്റ് കാർഡിയോ ആബ്സും കൂടി ചെയ്തിട്ട് പോകും. ഇനി അവിടെ പോയി അവനെ എടുക്കാം. അങ്ങനെ സ്വർഗമൊക്കെ കണ്ട് ഞാൻ കുറേ നാളായി ഇത്രയും കാർഡിയോ ചെയ്തിട്ട്. എന്തായാലും കൊച്ചിനെ പോയി എടുക്കണം. അവനെ എടുത്തിട്ട് വീട്ടിൽ പോയി കുളിക്കണം. അപ്പം എന്തായാലും അവനെ എടുക്കുമ്പോൾ ബാക്കി വ്ലോഗ് എടുക്കാം. ആളെ വിളിച്ചോണ്ട് വന്ന് Can I see the picture, Lian? Wow, beautiful. കൊള്ളാലോ. അങ്ങനെ ഞാൻ തല കഴുകി. ഞാൻ ഇടുന്ന കോസ്റ്റ്യൂമിന്റെ മുടി ഇച്ചിരി വേവിയാണ്. എന്താ? Why does your brother got a man in toilet in his boat? അറിഞ്ഞൂടാ ഞാൻ, അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും പെട്ടെന്ന് എന്റെ മുടി ഒന്ന്. യെസ് ലിയൻ, അതെ. അവന് മനസ്സിലാവാത്ത കാര്യം എന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ട് എന്റെ ബ്രദേഴ്സിനെ ബ്രദർന്ന് വിളിക്കുന്നു, അവൻ അങ്കിൾ എന്ന് വിളിക്കുന്നു. ഞാൻ അതാണ് പറഞ്ഞിട്ട് അവന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാൻ എന്റെ മുടി ഒന്ന് ഡ്രൈ ചെയ്ത് ഇങ്ങനെ കേൾ ചെയ്തെടുക്കാം. എന്തായാലും കുറച്ചൊരു വേവ് ഉണ്ട്. അങ്ങനെ അതാ നമ്മുടെ രണ്ടുപേരുടെ കോസ്റ്റ്യൂം എടുത്ത് ഇവന്റെ മുടി വെട്ടാനുള്ള സമയമായി. പെട്ടെന്ന് പോയി അതൊന്ന് ശരിയാക്കിയിട്ട് ഡെബിയുടെ വീട്ടിൽ പോവും. ഡെബിയും വരുന്നുണ്ട് നമ്മുടെ കൂടെ ഈ പ്രിൻസസ് ബോളിലേക്ക്. നമ്മൾ ഹെയർ കട്ടിനെത്തി. അതെ, മലയാളം സോങ്. വാ മുടി വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കൊന്ന് നല്ല രീതിക്കൊന്ന് ട്രിം ചെയ്ത് കളയാന്ന് വിചാരിച്ചു. എന്താ? Oh, sorry. അമ്മ. Are you ready? Yes. Look at Mom so she can get a nice photo of you. Say cheese. Oh yeah. അങ്ങനെതാ നമ്മുടെ ഡെബിയുടെ വീടെത്തി. ഹാൻസം ബോയ്. പറ്റുന്ന അത്രയും മുടിയെല്ലാം വെട്ടി കളഞ്ഞു. ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് കയറാൻ പോവാ. അവന്റെ കോസ്റ്റ്യൂം. അങ്ങനെ പറ്റുന്ന അത്രയും മുടിയെല്ലാം കേൾ ചെയ്തു. ഇനി ബ്ലെൻഡ് ചെയ്ത് മേക്കപ്പ് ഇടാം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ കൺസീലർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ മേക്കപ്പ് ഇടുന്നത്. അപ്പോൾ അതെങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഈ മൂവാന ക്യാരക്ടറിൻ്റെ ഒരു ലുക്കാണ് നോക്കുന്നത്. അപ്പോൾ അത് ഇനി എങ്ങനെ വരുമെന്ന് മേക്കപ്പ് ഇട്ട ശേഷം അറിയാൻ പറ്റുമായിരിക്കും. Friends, Lian? I want to see the beach. എന്താ? I want to see that woods and building the beach. നമ്മൾ ഞാൻ പോവാണ് ക്യാരക്ടറായിട്ട് ഡ്രസ് ചെയ്തു. ഇതാണ് ഡ്രസ്. ഫുൾ വീഡിയോ ഇപ്പോൾ എടുക്കാം. ലിയൻ വാടാ. Prince Lian and Moana. അല്ലേ? Should we go see Princess Belle? Yeah, sure. Are you gonna say hi? ഞാനാണ് Prince.
ലിപ്സ്റ്റിക്. പക്ഷെ ഞാൻ അങ്ങനെ അധികം മേക്കപ്പ് ഇടാറില്ല, അതുകൊണ്ട് ഇവൻ നോക്കുവാൻ എന്തുവാ സംഭവം അല്ലേ. ഒരുപാട് ദൂരെ നിന്ന് നടന്നു വരുക. ഇവിടെ പാർക്കിംഗ് ഒന്നും സ്പേസ് ഇല്ല. ഇപ്പൊ അതാ നമ്മള് ടിക്കറ്റ് കാണിച്ച് അകത്ത് കയറുക. യെസ്, 3 o'clock ആയി. ലിയന അതെന്തി പിടിക്കുന്നോ? താങ്ക് യു. വാ, നമുക്ക് അവിടെ പോയി ഇരിക്കാം. വാ, കൂടെ വാ. അങ്ങനെ നമ്മൾ ലൈനിൽ വെയിറ്റ് ചെയ്യുക. പ്രിൻസസ്സൊക്കെ അവിടെ ഉണ്ട്, ഇതോ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവന് കാണാനുള്ള പ്രിൻസസിനെയൊക്കെ പോയി കാണാം. Go stand next to the princess so you can with area. Cheese. You gotta put the stick down, honey, so I can see your face. Ian, go. He's supposed to be the beast from Beauty and the Beast. Go stand next to her so you can take a picture. Hey, go stand next to her so you can take a picture, honey. Oh, you gotta stand up, honey. Oh, oh, okay. Oh, thank you. Lian, say cheese. You wanna go stand next to her? Look at mommy. You wanna turn around? Say cheese. അങ്ങനെ എൻകാൻറ്റോ എന്ന് പറഞ്ഞ ഒരു ഷോയുടെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അതൊരു ഡിസ്നി ക്യാരക്ടറാണ്. ഇന്നത്തെ തീം നമ്മുടെ എൻകാൻറ്റോ ആണ്. പിള്ളേരൊക്കെ ഇവരുമായിട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഇവ ആദ്യം ഇച്ചിരി നാണമായിരുന്നു, പക്ഷെ പിന്നെ പോയി കളിച്ചു ഇവൻ. ആൾക്ക് നാളാണെങ്കിലും അവൻ പോയി ആ പ്രിൻസസിനെ എല്ലാവരോടും സംസാരിച്ച് അവന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് പോയി അവിടെ നിൽക്കുക. അങ്ങനെ നമ്മുടെ ഫ്രോസൻ എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സിലുള്ള ആന ആൻഡ് എൽസ ആണ് ഇവർ രണ്ടുപേരും. ഇപ്പോൾ പതുക്കെ നാണമൊക്കെ മാറി ആൾ ഡാൻസൊക്കെ കളിച്ചു തുടങ്ങി. അവൻ്റെ മൂവ്സൊക്കെ കാണിക്കുക എല്ലാവർക്കും. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ എല്ലാവർക്കും ഡാൻസ് മൂവൊക്കെ ആൾ കാണിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് വന്ന് ഫുഡും കഴിക്കും, പോയി ഡാൻസും കളിക്കും. ഇതാണ് ഇവൻ്റെ പരിപാടി. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇതാ ഓടി വരുന്നത്. എനിക്ക് അപ്പോഴേ തോന്നി ഇവൻ വരുമെന്ന്. വന്നതാ അവിടെ ഒരു കോട്ടൺ ക്യാൻഡി മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. മോവാന 2 എന്നുള്ള സിനിമയിലാണ് ഇത്. അപ്പോൾ ഇതാണ് ഫുൾ ഔട്ട്ഫിറ്റ്. ബാത്റൂമിൽ വെച്ചാണ് വീഡിയോ എടുക്കാൻ പറ്റിയ, ലൈറ്റിംഗ് ഉള്ളതുകൊണ്ട്. അങ്ങനെ കുട്ടികൾക്ക് ഇവിടെ കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ ഇവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവ ഇത് പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. ഇവന് ആദ്യം കൊടുത്ത കിറ്റിൻ്റെ അകത്തൊരു ബലൂൺ ഉണ്ടോ എന്ന് ആൾ ജീവിതം മൊത്തം കൊടുത്ത ദൂതുവാണ്. ഇത് നമ്മുടെ പ്രിൻസസ് മുലാനാണ്. ഇപ്പോൾ പുള്ളിക്കാരത്തിയുടെ കയ്യിൽ കുറച്ച് ബബിൾ ഇങ്ങനെ ഊതുന്ന സാധനമുണ്ട്. കുറേ നേരത്തെ ഇവർ തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു. നമ്മളൊരു പേപ്പറുണ്ട്, സ്കാവഞ്ചർ ഹണ്ട് എന്ന് പറഞ്ഞിട്ട്. അതിലുള്ള എല്ലാ സാധനങ്ങളും കണ്ടുപിടിച്ച് ഇവരുടെ ടിക്ക് ഇട്ടിട്ട് കൊണ്ടുപോയി കൊടുക്കണം. അവസാനം അത് നമ്മൾ ചെയ്ത് ഇവൻ കൊണ്ടുപോയി കൊടുത്തു. ഇപ്പോൾ ആ ബബിൾസ് കിട്ടിയ സന്തോഷത്തിൽ ആളിങ്ങോട്ട് നടന്നു വരിക. കുറേ നേരം ആൾ കലിപ്പായിരുന്നു, പക്ഷെ അവസാനം കിട്ടി. പ്രിൻസസ് എല്ലാം ഡാൻസ് കളിക്കാൻ വിളിച്ച വ്യൂ മറ്റേ വാട്ട് ഇസ് ദിസ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുമായിരുന്നു കേട്ടോ ആദ്യം. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഡാൻസൊക്കെ അവിടെ ദൂരെ നോക്കുമ്പോൾ കാണാനില്ല, അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ ആൾ അവിടെ നിന്ന് മാറുന്നില്ലായിരുന്നു. എല്ലാവരുമായിട്ട് ഇങ്ങനെ മിങ്കിളായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു, ഇടേ ഇങ്ങോട്ട് വാടാ, അവിടെ ഇങ്ങനെ നിൽക്കാതെ. ഇത് പ്രിൻസസ് ഏരിയലാണ്. അപ്പോൾ പുള്ളിക്കാരത്തീനാണ് എന്നെ ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് അവിടെ പോയി നിൽക്കുക പുള്ളിക്കാരത്തിയുടെ കൂടെ. അങ്ങനെ ഡെബീനെ കൊണ്ട് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റിന് ഒരു വീഡിയോ എടുപ്പിക്കുകയാണ് നാളെ ദിവസം ഒരു ഓർമ്മയ്ക്ക്. ആക്ച്വലി കുറേ പിള്ളേരെ ഞാൻ മൂവാനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഷോയിൽ നിൽക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കൂടെ വന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു കുറേ പിള്ളേർ. ഇത് ലിയൻ്റെ ഡാൻസ് സ്കൂളിലുള്ള പിള്ളേരാണ്. അവരിവിടെ ഇന്ന് വോളണ്ടിയറായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ അവിടെ കുറച്ച് ഡാൻസ് ഷോ ആണ് ഇപ്പോൾ അവർ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒരു സെറ്റ് ആൾക്കാരാണ്. ഇന്ന് തൊട്ട് മുമ്പ് കുറച്ച് പേര് കളിച്ചായിരുന്നു. അത് വീഡിയോ എടുക്കാൻ ഞാൻ എന്തായാലും വിട്ടുപോയി. പക്ഷേ ഇത് ഫസ്റ്റ് ഡാൻസ്, പിന്നെ അത് സെക്കൻഡ് ഡാൻസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ടിങ്കർ ബെൽ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറായിട്ടാണ് ആ കുട്ടീനെ കാണിക്കുന്നത്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഇവൻ അവിടെ ഫ്രണ്ട് ചെയ്യുന്ന ആ പിള്ളേരായിട്ട് കാണുമോ ഈ ഷോ. എന്തായാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ജാസ്മിനായിട്ട് പോയായിരുന്നു, നമ്മുടെ ഒരു പ്രിൻസസ് ആയിട്ട്. അപ്പോൾ ഈ വർഷം ഞാൻ ഇവനെയും കൊണ്ടുപോയി, ഇവനൊന്ന് എൻജോയ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ട്.
ആളവിടെ ഡാൻസൊക്കെ കളിച്ച് പ്രിൻസസിനെ എല്ലാം കണ്ട് പിന്നെ അപ്പോൾ ഇങ്ങനെ ഷോ ഒക്കെ കാണിച്ച് അവിടുത്തെ പെൺപിള്ളേരുമായിട്ടൊക്കെ പോയി സംസാരിച്ച് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, എത്ര വയസ്സാന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അവസാനം എന്താ അവനൊരു ചെറുക്കന് ഒരു ഫ്രണ്ടായിട്ട് കിട്ടി. അപ്പോൾ അവൻ്റെ കൂടെയും കുറച്ച് നേരം കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് ഇവൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവൻ ഇവനോട് ഇവളോട് കളിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം അവർ തറയിലൊക്കെ കിടന്ന് അവിടെ എന്തോ ഗ്ലിറ്റർ പോലത്തെ എന്തോ ഒരു സാധനം കണ്ടുപിടിച്ച് അത് അവർ പോയി തപ്പിയെടുക്കുമായിരുന്നു. ഇവരെന്ത് ചെയ്യണമെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നീടാണ് മനസ്സിലായത് തറയിൽ കിടന്ന് എന്തൊക്കെയോ ഗ്ലിറ്റർ പോലത്തെ സാധനം എടുത്തുകൊണ്ട് വന്ന് എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. രണ്ടുപേരും അതേ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു 4 മണിക്കൂർ പരിപാടിയായിരുന്നു. അപ്പോൾ പ്രിൻസസ് എല്ലാം ഷോ ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ചു വരും. ഇവൻ കുറേ നേരം ചോദിക്കുക പ്രിൻസസ് എവിടെ. ഞാൻ പറഞ്ഞു അവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവൻ തിരിച്ചു വന്നപ്പോൾ പിന്നെ അവന് നാണം അവരോടൊക്കെ പോയി സംസാരിക്കാൻ. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് അവൻ അങ്ങോട്ട് ഞാൻ അവനെ പറഞ്ഞു വിട്ടു പോന്ന് പറഞ്ഞിട്ട് അവൻ പോയില്ല ആദ്യം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ അടുത്തൊക്കെ പോയി നിന്നിട്ട് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഷോ. ഇവിടെ കുറേ പിള്ളേർ വരും, പോയി കാണും. കഴിഞ്ഞ വർഷം ഇവൻ്റെ കൂടെ വന്നായിരുന്നു കാണാൻ. അങ്ങനെ അടുത്ത ഓൾമോസ്റ്റ് അരമണിക്കൂർ ഇവനും ഈ കുട്ടിയും പിന്നെ വേറെ പ്രിൻസസ് എല്ലാവരും ഡാൻസ് കളിച്ചായിരുന്നു. പിന്നെ അതിന് ശേഷം അവിടുത്തെ ആ ലൈറ്റൊക്കെ വന്ന് എല്ലാവരും മറ്റേ ക്ലാപ്പൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ക്രാഫ്റ്റ് ഒന്നും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ആളെല്ലാ സാധനം റെഡിയാക്കി. ഞാൻ ഇവിടെ സൈഡിലൊരു സാധനം ഉണ്ടാക്കി. എല്ലാം ചെയ്തിട്ട് നമ്മൾ പോകാൻ റെഡി ആവുമായിരുന്നു. കാരണം അവരെല്ലാം പാക്ക് ചെയ്ത് തുടങ്ങി. പെട്ടെന്ന് നമ്മൾ കളർ ചെയ്തതാണ് ഈ സംഭവമൊക്കെ. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുക, തിരിച്ച് വീട്ടിൽ പോകാനുള്ള പരിപാടി നോക്കുവാണ്. ലിയന് പെട്ടെന്ന് CID മൂസ ആവാൻ ഒരാഗ്രഹം. ഉള്ള എല്ലാ സാധനവും പോയി നോക്കി അതെന്താ ഇതെന്താ എല്ലാം അന്വേഷിച്ച് എല്ലാ കേട്ടൻ്റെ പുറകെ അതെന്തുവാ ഇതെന്തുവാന്ന് നോക്കിക്കൊണ്ട് നടക്കും. ഇത് അടുത്ത കേട്ടൻ. അപ്പോൾ അവൻ മിക്കവാറും അതിൻ്റെ പുറകെ എന്താ നോക്കാൻ പോവും. അവിടെ എന്താണ് എല്ലാം കഴിഞ്ഞ് നമ്മളിതാ വീട്ടിൽ പോവാണ്. അപ്പോ നീ കേറാകത്ത് കയറ്. എല്ലാം കഴിഞ്ഞ് വീടെത്തി. മേക്കപ്പ് ഒക്കെ ഊരണം. വീട് ഞാൻ മരണമൊക്കെ കണ്ടിട്ട് എത്തിയേക്കുന്ന. ഇവന് ഇനിയും പാർക്കിൽ പോണോന്ന് ഞാൻ പറഞ്ഞു പറ്റത്തില്ല എന്ന്. എനിക്ക് വയ്യ. എന്താ ടാർസന് എത്ര വയസ്സ്? ടാർസന് എത്ര വയസ്സ്? എത്ര വയസ്സ്? 5 വയസ്സ്. 5 വയസ്സ്. What does 5 mean? I don't know. Count. 1, 2, 3, 4, 5. Yes, 5. 5. 5 means 5. 5 വയസ്സ്. 1, 2, 3. Is it 4 years old? 5 വയസ്സ്. 5. Sure. Why was she not getting bigger in 2002? ഞാൻ ടയേർഡായി. ഈ മേക്കപ്പ് ഒക്കെ പോയി വരട്ടെ. ആണെങ്കിലും ഈ വാട്ടർമെലൺ ജ്യൂസ് ഇന്ന് രാത്രി തന്നെ ചെയ്ത് വെക്കാം അല്ലേ? ഇന്ന് ചെയ്യാം. വാട്ടർമെലൺ ജ്യൂസ് ഇന്ന് ചെയ്യാം. ഇന്ന് ചെയ്യാം. ജ്യൂസ് മിക്സർ ആണ് ബേസിക്കലി. ഇവിടെ ഒരു സംഭവം ഉണ്ട്, അത് ഓൺ ചെയ്യാം. എടുത്തതിൻ്റെ അകത്തേക്ക് ഇതാ. ക്യാപ്പ് എവിടെയല്ലേ? ക്യാപ്പ് വെക്കേ. ജ്യൂസ് എല്ലാം ഇതിലേക്ക് ഇടും. വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കി വെച്ചു. ഇനി നാളെ രാവിലെ അത് കുടിക്കാം. ടേബിളും വൃത്തിയാക്കി. ബാക്കിയെല്ലാം ഇന്ന് വീട്ടിൽ ഇവിടെയൊക്കെ വെച്ച് കുളമായി കിടക്കുക. പക്ഷെ ഒരു ദിവസം നമുക്ക് ഒരു പരിധി വരെ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഞാൻ ഇന്ന് ചെയ്ത ക്രാഫ്റ്റ് ഇത്. ഇവന്താ ഇങ്ങനെ കളർ ചെയ്തു. പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ച് ഇത് എക്സ്ട്രാ അവർ തന്നു. വേണമെങ്കിൽ കാരണം നമ്മൾ ലാസ്റ്റാണ് ഇറങ്ങിയത്. വല്ല വേണമെങ്കിൽ ചെയ്യാൻ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നമ്മളെല്ലാം കിടന്നുറങ്ങാൻ പോവാണ്. അങ്ങനെ കാര്യം ഇതായാലും നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. ഇന്നത്തെ ദിവസം അവസാനിച്ചു. Hope you guys liked our vlog.
ഇനി നിങ്ങൾക്ക് കാണാൻ നമ്മുടെ കാര്യങ്ങൾ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.